ചലന പരിമിതിയുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ശുഭയാത്രാ പദ്ധതി വയനാട് ജില്ലാ പഞ്ചായത്തും സാമൂഹ്യനീതി വകുപ്പും ചേർന്നാണ് ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ 14 കുട്ടികൾക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ നൽകിയത്. ഉദ്ഘാടന വേദിയിൽ സമ്മാനമായി കിട്ടിയ പുതിയ യന്ത്രക്കസേരയിൽ കുട്ടികളുടെ മുഖത്തെല്ലാം സന്തോഷത്തിന്റെ വേലിയേറ്റമായിരുന്നു. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകി സമൂഹവും ഒപ്പമുണ്ടു എന്നതിന്റെ നേർക്കാഴ്ചയായി മാറുകയായിരുന്നു ശുഭയാത്രാ പദ്ധതി. 1.20 ലക്ഷം രൂപ ചെലവ് വരുന്ന മോട്ടറൈസ്ഡ് വീൽ ചെയറുകളാണ് പദ്ധതിയിലൂടെ സൗജന്യമായിട്ട് നൽകിയത്. വയനാട് കളക്ട്രേറ്റ് അങ്കണത്തിലെ ശുഭയാത്ര ഉദ്ഘാടന വേദിയിൽ സമ്മാനമായി കിട്ടിയ പുതിയ വീൽ ചെയർ കണ്ടതോടെ അവരുടെ മുഖത്തെല്ലാം സന്തോഷത്തിന്റെ വേലിയേറ്റമായിരുന്നു. വീട്ടിൽ വീൽ ചെയറൊന്നുമില്ലായിരുന്നു. ആദ്യമായിട്ട് കിട്ടുന്നതാണ്. സ്കൂൾക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്നുണ്ട്. അവശത അനുഭവിക്കുന്നവർക്ക് പഠന സഹായത്തിനും ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അർഹരായ ഭിന്നശേഷിക്കാരിൽ നിന്നും ലഭ്യമായ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് ശുപാർശ പ്രകാരമാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത്. ശുഭയാത്രാ പദ്ധതി ഇനിയും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ശുഭയാത്രാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഈ വീൽ ചെയറിൽ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവരുടെ കൈ ഉപയോഗിച്ച് അവർ തന്നെ ചക്രം തിരിച്ചു വരേണ്ട വീൽ ചെയറുകളാണ് അധികം ഉപയോഗിക്കുന്നത്. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഇലക്ട്രോണിക് ജോയിസ്റ്റിക്കുള്ള വീൽ ചെയർ കൊടുക്കാൻ തീരുമാനിക്കുകയും ജില്ലയിലെ 7ാം ക്ലാസ് മുതൽ പഠനം നടത്തുന്ന എഞ്ചിനീയറിംഗ് വരെ പഠിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ ആദ്യം വിഭാവനം ചെയ്തത്. അതിൽ 25 കുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 50 ലക്ഷം രൂപ വകയിരുത്തി. പക്ഷേ മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന കുട്ടികൾ എന്ന രീതിയിൽ 14 പേരെ കണ്ടെത്തി. അവർക്ക് നമ്മൾ വീൽ ചെയർ കൊടുക്കും. 7ാം തരം മുതൽ എഞ്ചിനീയറിംഗ് വരെ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പദ്ധതി പുതിയ പ്രതീക്ഷയായി മാറുകയായിരുന്നു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ബിന്ദു അധ്യക്ഷയായി. ഗുണഭോക്താക്കളുടെ രക്ഷകർത്താക്കളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് മലയാളം, വയനാട്.